ഓലത്തുമ്പത്തിരുന്നുയലാടിയിടും ചെല്ലപ്പൈങ്കിളി. ആ പൈങ്കിളിയെ നമുക്കുണ്ടാക്കിയാലോ? അതിന് നമുക്ക് ഇതുപോലെ ഒരു ഓല എടുക്കുക. ഓലയെ ഈർക്കിൽ നിന്ന് ഇതുപോലെ വേർത്തിക്കൊണ്ടുവരിക. വേർത്തിക്കൊണ്ടുവരുമ്പോൾ മുഴുവനായിട്ടും വേർത്തിക്കൊണ്ടുവരരുതേ. നമുക്ക് ഇതിൻ്റെ വാൽ ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് വാലും വെട്ടിക്കളയുകയും ചെയ്യരുത്. ഇതുപോലെ അടർത്തിക്കൊണ്ടുവരിക. അതുപോലെ നമുക്ക് വാല് കുറച്ച് വെക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓലയെ ഈർക്കിൽ നിന്ന് വേർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ ഓലയെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഓല ഇതുപോലെ കിട്ടും. ഇനി ഓലയെ തിരിച്ച് പിടിച്ച് നമുക്ക് കെട്ടാൻ ആരംഭിക്കാം. ആദ്യം ഇതുപോലെ ഒരു ഓലയെടുത്ത് ഒരു സൈഡ് നന്നായി വലിച്ച് കെട്ടുക. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതുപോലെ തന്നെ മറ്റേ സൈഡ് ഓലയെടുത്ത് ആ സൈഡ് ഇതുപോലെ നന്നായി കെട്ടിയെടുക്കുക. ഈ ഒരു സ്റ്റെപ്പാണ് നമുക്ക് തത്ത ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത്. ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ഇനി കണ്ടിന്യൂ ചെയ്ത് പോകാം. ഇരുവശങ്ങളും ഈക്വലായിട്ട് വേണം ചെയ്തെടുക്കാൻ. അതുപോലെ നമുക്ക് ഓലയെ അറ്റം വരെ ഇങ്ങനെ ഇതേ പ്രോസസ്സിൽ മടക്കിക്കൊണ്ടുവരാം. ഇങ്ങനെ ചെയ്യുമ്പോൾ തുടർച്ചയായി ഒരു ഓല തന്നെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കണേ. ആദ്യം ഒരു ഓല ചെയ്ത് അതിനുശേഷം അടുത്ത ഓല ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ ഓല കെട്ടിട്ട് നമുക്ക് കൊണ്ടുവരാം. നമ്മൾ മുഴുവനായിട്ടും കെട്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് ഭാഗം വിട്ടിട്ട് വേണം ഓല കൊണ്ടുവരാൻ. ഇനി നമ്മൾ ഈ രണ്ട് ഓല ഇതുപോലെ പിടിച്ച് ഒപ്പാക്കി പിടിക്കണം. ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് ഒന്ന് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബാക്കി വരുന്ന ഭാഗം ഒന്ന് കൊക്കിൻ്റെ ഷേപ്പിലൊന്ന് വെട്ടിക്കൊടുക്കാം. ഇനി ഒരു കണ്ണുകൂടി വരച്ചു കൊടുക്കാം. നമ്മുടെ പൈങ്കിളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമുക്കും കിട്ടി ഓലത്തുമ്പത്തിരുന്നുയലാടിയിടുന്ന പൈങ്കിളിയെ. എങ്ങനെയാ, നിങ്ങൾക്ക് ഇഷ്ടമായോ? കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ. ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി.